ഇതിന്റെ അർത്ഥം വിക്ടറി എന്നാണ്, വിജയമെന്നാണ്. ഈ വിജയം ഉറപ്പായിരിക്കും. ഉറപ്പായും LDF ജയിക്കും. മൂന്നാം ഊഴം വന്നിരിക്കും. KG മാരാർ അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഇടതുപക്ഷക്കാരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനപ്രകാരം 40 മണ്ഡലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് കൈമാറാൻ തീരുമാനിച്ചു. ഞങ്ങൾ BJP-ക്കാർ ആ വാക്ക് പാലിച്ചു. പക്ഷേ കോൺഗ്രസ് ഞങ്ങളുടെ പാലം വലിച്ചു എന്നാണ് അതിൽ പറയുന്നത്. ഇതെല്ലാം ഓർക്കുന്നുണ്ട് ഈ കേരളം. അതെല്ലാം മറക്കുകയില്ല കേരളം. ആ കോൺഗ്രസിലെ ആ BJP അറിയാൻ നമുക്കെല്ലാവർക്കും. എല്ലാ കടലിലും പോയി കുളിച്ചാലും ശരി, ആ കളങ്കപ്പാട് കോൺഗ്രസ് സുഹൃത്തുക്കളെ മാഞ്ഞു പോകാൻ പോകുന്നില്ല. അറേബ്യൻ നാടുകളിലെ സുഗന്ധദ്രവ്യമെല്ലാം കൊണ്ടുവന്ന് പൂശിയാലും കൊള്ളാം, ആ രാഷ്ട്രീയ ദുർഗന്ധം അത് മാഞ്ഞു പോകില്ല. അതുകൊണ്ട് എന്ത് പ്രചാരവേല കൊണ്ടും, ഏത് കനകോലുവോ, ആരാണത്, കനകോലുവോ ഗോലുവോ ആരുമാകട്ടെ, ആരെ ശ്രമിച്ചാലും ശരി, ഇതൊന്നും മാഞ്ഞു പോകില്ല. നാം കണ്ട കാഴ്ച എന്താണ്? ഇലക്ഷന് മുമ്പ് തന്ത്രം മെനയുവാൻ വേണ്ടി കൊട്ടും കോശവുമായി കോൺഗ്രസ് പാർട്ടി വയനാട്ടിൽ വെച്ച് ഒരു മഹാശിബിരം സംഘടിപ്പിച്ചു. അവിടെ നിന്നാണ് എല്ലാ തന്ത്രവും ഉരുത്തിരിയാൻ പോകുന്നത്. അത് കഴിയുമ്പോൾ LDF തുരുതുര തകർന്നു വീഴും. അത് കഴിയുമ്പോൾ കോൺഗ്രസും UDF-ഉം കുതിച്ചു കയറും. എന്താ കാരണം? അവിടെ ഒരു ദിവ്യനായ ആളുണ്ട് അത്രേ. ആ ദിവ്യൻ്റെ പേരാണ് കനകോലു. ആ ക്യാമ്പിൽ സോണിയാഗാന്ധിയേക്കാൾ കേമൻ, രാഹുൽ ഗാന്ധിയേക്കാൾ കേമൻ, മല്ലികാർജുൻ ഖാർഗെയേക്കാൾ കേമൻ കനകോലുവായിരുന്നു. കനകോലു എന്തെല്ലാം പറഞ്ഞു കൊടുത്തു, അതുപ്രകാരം കോൺഗ്രസ് നീങ്ങുന്നു. ആരാണ് ഈ കനകോലു? പണം കൊടുത്താൽ ആർക്കും കിട്ടും ആ സർവീസ്. പണമുണ്ടോ LDF-ന്? ഉണ്ടോ? ഉണ്ടെങ്കിൽ കനകോലുവിനെ LDF-നും കിട്ടും. പണമുണ്ടോ BJP-ക്ക്? അതുണ്ട്. അതുകൊണ്ട് അവർക്കും കിട്ടും. വിലപേശി പണം കൊടുത്താൽ ആർക്ക് വേണ്ടി തന്ത്രം പറയുന്ന വെറും ഒരു വിൽപ്പനപ്പണ്ടമാണ് കനകോലു. നൂറ്റാണ്ട് പഴക്കമുള്ള കോൺഗ്രസ്, ഗാന്ധി നെഹ്റു പേര് പറയുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് ഇത്രയും ദയനീയമായി കനകോലുമാരുടെ അടിമയായി മാറുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രം വായിച്ചവർക്ക് ദുഃഖമുണ്ടായി പോകാൻ ചിലപ്പോൾ. അവരുണ്ട് കോൺഗ്രസിൽ. അവരുടെ വോട്ട് ഇത്തവണ അവിടെയല്ല ഇവിടെയായിരിക്കും. സംശയമൊന്നും വേണ്ട. അത്തരക്കാർ കോൺഗ്രസിനെ കൈവിടുകയാണ്. അവർക്ക് ഉറപ്പായും അറിയാം ആ വഴി തെറ്റിലേക്കുള്ള വഴിയാണെന്ന്. പട്ടിണി എന്നത് ഇന്നൊരു വാക്കു മാത്രമായി മാറി മലയാളിക്ക്. അതാണ് നേട്ടം. എന്നാൽ ഇന്ത്യയിലോ ആഴ്ചകളോളം പട്ടിണി കിടന്ന് ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ വെള്ളം മാത്രം കുടിച്ച് ജീവൻ നിലനിർത്തുന്ന മനുഷ്യർ സ്വാഭാവികമായും ആരോഗ്യം ക്ഷയിക്കും, അസുഖം ബാധിക്കും, മരിച്ചുപോകും. അതാണ് പട്ടിണി മരണം. ആ പട്ടിണി മരണങ്ങൾ ഇപ്പോഴും നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഗൗരവതരമായി പട്ടിണി നിലനിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ പട്ടികയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. ഐക്യരാഷ്ട്രസഭയുടെയും മറ്റും മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന ആ ആഗോള വിശപ്പ് സൂചികയിൽ 123 രാജ്യങ്ങളാണ് ആകെയുള്ളത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 102. നമ്മൾ ഏറ്റവും പുറകിലാണ്. പട്ടിണിയുടെ റിപ്പബ്ലിക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു രാജ്യം, ഒരു ദരിദ്ര മൂന്നാം ലോക രാജ്യം, എല്ലാ യാതനകളുടെയും നരക ജീവിതത്തിൻ്റെയും മണ്ണായി അറിയപ്പെടുന്ന ഇന്ത്യ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികൾ ഇന്ത്യയിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ചേരികളിൽ ജീവിക്കുന്ന രാജ്യം ഇന്ത്യ. അതാണ് ഇന്ത്യ. ഈ ദാരിദ്ര്യത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും നടുവിൽ നട്ടം തിരിയുന്ന ഒരു രാജ്യത്താണ് തെക്കേ മൂലയിൽ കേരളം എന്നൊരു നാട് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെപ്പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന സാമൂഹ്യ വളർച്ചയുടെ നാടായി മാറി. ചെറിയ കാര്യമല്ല. അതാണ് വിസ്മയം. അത് കാണാനും അറിയാനും പഠിക്കാനുമാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത്. ആ നേട്ടം
ആ നേട്ടത്തിന് നേതൃത്വം നൽകിയവരുടെ പേരാണ് LDF, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എല്ലാവരും അതിൽ ആഹ്ലാദിക്കുന്നവരാണ്. അതിൽ ദുഃഖിക്കുന്ന വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അതിലൊന്ന് പ്രതിപക്ഷമാണ്, BJP ആണ്. പല താല്പര്യങ്ങളാൽ അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ചിലരുമാണ്. എന്തിന് ഇരുളടഞ്ഞ ഇന്നലകളിലേക്ക് കേരളത്തെ തിരികെ കൊണ്ടുപോകണമെന്നാണോ ഇക്കൂട്ടർ ഉദ്ദേശിക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ സമാനതകളില്ലാതെ വികസന പ്രവർത്തനം രാജ്യത്ത് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. രാജ്യമാസകലം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന് രാജ്യത്തെ എല്ലാ ഏജൻസികളും വിലയിരുത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരുടെ, ഇടത്തരക്കാരുടെ, കൃഷിക്കാരുടെ, തൊഴിലാളികളുടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ഈ ഗവൺമെൻറ് നടത്തിയത്. അങ്ങനെ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തെ പ്രഖ്യാപിക്കപ്പെട്ടു. ആ വികസന നേട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടണം. കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് സാംസ്കാരികമായി ഏറെ മുന്നോട്ട് പോയ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം ഗവൺമെൻറ് നടത്തുകയും രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമായി ഇന്ന് കേരളത്തെ മാറ്റിയെടുക്കാനും കഴിയും. ഒന്നാന്തരം അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുക്കുക. പാഠപുസ്തകങ്ങൾ സൗജന്യമായി നൽകുക, കൃത്യസമയത്ത് നൽകുക. പഴയ കാലത്തെ പോലെ അല്ല, ഇപ്പോൾ വ്യത്യസ്തമായ നിലയിലാണ്. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നൽകിക്കൊണ്ടിരുന്നത് ഇത്തവണ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് തന്നെ നൽകിക്കൊണ്ട് പുതിയൊരു ചുവട് വയ്പ്പിച്ചിരിക്കുകയാണ്. ലോകം ഇന്ത്യയെ കൗതുകത്തോടു കൂടിയല്ല നോക്കിക്കാണുന്നത്, പരിഹാസത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. 4ാമത്തെ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ അസമത്വമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നതാണ് നമ്മെ പരിഹാസ്യമാക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള, തൊഴിൽ രഹിതരുള്ള, വീടില്ലാത്തവരുള്ള, സാമൂഹ്യ പിന്നോക്കാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ 99% എന്നുള്ള യാഥാർത്ഥ്യത്തെ നോക്കിക്കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് സംസാരിക്കാനാകും എന്ന ചോദ്യം ഉയർത്തപ്പെടുന്നു.